അത് കടക്കും. പക്ഷെ അത് ഇപ്പൊ ഈ അവസരത്തിൽ കടക്കാൻ സാധ്യത തീരെയില്ല. കാരണം അധികം താമസിയാതെ തന്നെ ട്രംപ് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാറ് തീരുമാനിക്കും. അതിപ്പോ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. പലവട്ടം ചർച്ചകൾ നടന്നു. ട്രംപ് താഴേക്ക് വരുന്നുണ്ട് തീരുമാനവുമായി. അവിടെ തന്നെയുമല്ല, US-ല് എന്താണ് പറയുക, ഷട്ട് ഡൗൺ തീർന്നിരിക്കുന്നു, ഇക്കോണമി ഓപ്പൺ ചെയ്തിരിക്കുന്നു. അങ്ങനെയാവുമ്പോഴേക്ക് പ്രശ്നങ്ങൾ ഇനിയും അധികം താമസിയാതെ തന്നെ പരിഹൃതമാകുമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നലെ ട്രംപിന്റെ ഒരു പത്രസമ്മേളനത്തില് ഒരു അവതാരക ചോദിച്ച ചോദ്യത്തിന്, അതായത് H-1B വിസയുടെ കാര്യത്തില് H-1B വിസയുടെ ഫീസ് ഉയർത്തിയ സാഹചര്യത്തില് ഈ ഇങ്ങനെ H-1B-ക്കാര് ധാരാളമായിട്ട് അമേരിക്കയിലേക്ക് വന്ന് അമേരിക്കൻ ജോലികൾ തട്ടിയെടുക്കുന്നത് കുറയുമല്ലോ എന്ന് ലോറ പറഞ്ഞപ്പോൾ ട്രംപിന്റെ ഉത്തരം വളരെ രസാവഹമായിരുന്നു. അങ്ങനെ പറ്റുകയില്ല. ഒരു പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട് ഈ $2000 നിന്ന് H-1B വിസയുടെ ഫീസ് $1,00,000 വർദ്ധിപ്പിച്ചല്ലോ ഈ അടുത്ത നാളില്, കഴിഞ്ഞ മാസം. അപ്പൊ അത് തീർച്ചയായിട്ടും ഒന്നുകൂടി പുനഃപരിശോധിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് എല്ലാ തരം എന്താ പറയുക ടെക്നോളജിയിലും അമേരിക്കക്കാര് വിദഗ്ധരല്ല. അമേരിക്കക്കാർക്ക് വൈദഗ്ധ്യമില്ലാത്ത പല മേഖലകളുമുണ്ട്. അത്തരം മേഖലകളിലേക്ക് H-1B വിസ വഴി ആൾക്കാർ വന്നേ മതിയാകൂ. അതുകൊണ്ട് അതിന്റെ ഫീസ് കുറയ്ക്കുന്നതിലേക്കുള്ള ഒരു ചെറിയ മുന അദ്ദേഹം വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇപ്പൊ അമേരിക്ക ഷട്ട് ഡൗണിൽ നിന്ന് കരകയറി എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ച് ലോക രാഷ്ട്രങ്ങളെ സംബന്ധിച്ച്, അതായത് ഈ വ്യാപാര യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ അറിയാം നമുക്ക് ഈ തവണ ഈ സീസണില് കയറ്റുമതി, അതായത് കയറിന്റെ കയറ്റുമതി വഴിയായിട്ട് തന്നെ കേരളത്തിന് 500 കോടിയുടെ നഷ്ടം വരുമെന്നാണ് പറയുന്നത്. കാരണം ഇതിനകം തന്നെ നേരത്തെ തന്നെ ഈ ട്രംപിന്റെ താരിഫ് നയം, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി താരിഫ് നയം തീരുമാനിക്കേണ്ടതായിരുന്നു. അത് ഇതുവരെ തീരുമാനിക്കാത്തത് കാരണം കൊണ്ട് ഇനി ഇപ്പോൾ ക്രിസ്മസിന് മുൻപുള്ള സീസൺ പിടിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് കയറ്റി അയക്കാൻ പറ്റില്ല. അവിടെ അനിശ്ചിതാവസ്ഥയുണ്ട്. പക്ഷെ അതൊക്കെ താമസിയാതെ മാറും എന്നുള്ളതാണ് പൊതുവെ വ്യാപാര ലോകം കാണുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3 ദിവസങ്ങളായി സെൻസെക്സും നിഫ്റ്റിയും പോസിറ്റീവാണ്. അപ്പൊ ഇവ രണ്ടും പോസിറ്റീവ്. സെൻസെക്സ് എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നിഫ്റ്റി എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് രണ്ടും പോസിറ്റീവ് ആകുക എന്ന് വെച്ചാൽ ആഗോള തലത്തിൽ തന്നെ ഓഹരി കമ്പോളങ്ങൾ പോസിറ്റീവ് ആകുന്നു. അവരുടെ പ്രതികരണം എപ്പോഴാണ് പോസിറ്റീവ് ആവുക? അതായത് കോർപ്പറേറ്റുകൾക്കുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടാകും. അതുപോലെ അവരുടെ ഇറക്കുമതികൾക്ക് ബാധകമാവുകയില്ല ട്രംപിന്റെ തീരുവ. അതായത് ട്രംപിന്റെ തീരുവ ഒരു യുദ്ധം അവസാനിപ്പിച്ച് ഒരു നിശ്ചിത അളവിലേക്ക് തീരുമാനിക്കപ്പെടും എന്നാണ് അത് കാണിക്കുന്നത്. ഈ സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ ഉയരുന്നു എന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ എന്നിട്ടും നമുക്കറിയാം ഇപ്പോഴും അനിശ്ചിതാവസ്ഥകൾ തീർന്നിട്ടില്ല. ട്രംപ് ചൈനയുമായി റേറ്റ് ഫിക്സ് ചെയ്യണം, ഇന്ത്യയുമായുള്ള റേറ്റ് ഫിക്സ് ചെയ്യണം. ഈ 2 രാജ്യങ്ങളും വളരെയധികം കയറ്റുമതിയും ഇറക്കുമതിയും നടത്തുന്ന രാജ്യങ്ങളാണ്, ഇന്ത്യയും ചൈനയും. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ തീരുമാനിച്ചു വരണം. അത് മാത്രവുമല്ല, പശ്ചിമേഷ്യ സ്വസ്ഥമായി എന്ന് നമുക്ക് ഇപ്പോഴും പറയാനൊക്കില്ല. അതാണ് സ്വർണത്തിന്റെ വിലയിൽ പിന്നെയും കയറ്റം ഉണ്ടായത്. ഗാസയിൽ ഇടയ്ക്കിടെ ബോംബ് പൊട്ടുന്ന ഒച്ച നമ്മൾ കേൾക്കുന്നു. അപ്പൊ ആ സാഹചര്യവും കൂടി മാറണം. എല്ലാം കൂടി മാറി ഒരുമാതിരി സ്വസ്ഥത വരുമ്പോൾ സ്വർണത്തിന്റെ വില താഴേക്ക് വരാൻ തുടങ്ങും. അതുവരെയും ഇതുപോലെ 92, 93 ഈ തരത്തില് കയറിക്കൊണ്ടിരിക്കും. ഇന്ന് രാവിലെ നമുക്കറിയാം തുടങ്ങിയപ്പോ 92,040 രൂപയായിരുന്നു സ്വർണത്തിന്റെ വില. ഇപ്പോൾ 93,640 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് 1,640 രൂപയുടെ വളർച്ചയാണ് ഒറ്റ പകല് കൊണ്ടുണ്ടായത്. അത് ഒരുപക്ഷെ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക്, ഇന്ന് ട്രംപ് ഒരു തീരുമാനം എടുത്തു തീരുവയുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഒരുപക്ഷെ നാളെ രാവിലെ ആകുമ്പോഴേക്കും അമേരിക്കൻ ഡോളറും കൂടുതൽ സ്ട്രോങ് ആകും.
സ്റ്റോക്ക് മാർക്കറ്റും സ്ട്രോങ് ആകും, സ്വർണത്തിന്റെ വില ഇത്തിരി കുറഞ്ഞു എന്നും വരാം. എന്തായാലും അനിശ്ചിതത്വം ആഗോളതലത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വർണത്തിന്റെ വില ഉയർന്നുകൊണ്ടേയിരിക്കും. അതായത് ചാഞ്ചാടിക്കൊണ്ടിരിക്കും, ഉയർന്നുകൊണ്ടേയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിന്റെ പോക്ക് മുകളിലേക്കായിരിക്കും. പക്ഷെ ആ മുകളിലേക്കുള്ള യാത്രയിൽ ആ ഗ്രാഫ് താഴ്ന്നും പൊങ്ങിയും പോയിക്കൊണ്ടിരിക്കും. കാരണം എന്താണ്? സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടം. അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ US-ലെ ഷട്ട് ഡൗൺ റെക്കോർഡിട്ട 43 ദിവസമൊക്കെ എത്തി നിന്നിരുന്നു. എന്നാൽ ഈ ഒരു എത്തി നിന്ന സമയത്തായിരുന്നു സ്വർണ്ണവില കൂടാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഷട്ട് ഡൗൺ ഇപ്പോൾ ഇന്നത്തോടെ അവസാനിപ്പിച്ചതോടെ ഇനിയിപ്പോൾ സ്വർണ്ണവില കുറയാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടോ? ഇനിയിപ്പോൾ കുറഞ്ഞ് ഏതൊരു റേറ്റ് വരെയൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്? ഇപ്പോൾ അത് കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഷട്ട് ഡൗൺ അവസാനിപ്പിച്ചത് കൊണ്ട് മാത്രം സ്വർണ്ണവില കുറയില്ല. ഒരു പക്ഷേ താമസിയാതെ തന്നെ ഫെഡറൽ റിസർവ് സിസ്റ്റം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത്തിരി കൂടി കുറച്ചേക്കാം. ഒരു 0.25% ഒക്കെ കുറച്ചേക്കാം. അതിനുള്ള സാധ്യതകളുണ്ട്. അത് ഒരു കാരണം. പിന്നെ അതുപോലെ തന്നെ തീരുവകളുടെ കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞാൽ സ്വർണത്തിന്റെ താഴോട്ടുള്ള വരവ് കൃത്യമായി അതായത് പിന്നെ അത് താഴേക്ക് വരാനാണ് സാധ്യത. തീരുവകള് ഇപ്പൊ ഇന്ത്യക്ക് അനുകൂലമായി ഒരു 20% വരുന്ന തീരുവ നിശ്ചയിക്കുക, ചൈനയ്ക്ക് അനുകൂലമായി അതും ഒരു 20-25% തീരുവ നിശ്ചയിക്കുക. അങ്ങനെ ഒരു തീരുവ നിശ്ചയം ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആഗോള വ്യാപാര രംഗം ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പതുക്കെ സ്വർണത്തിന്റെ വില താഴോട്ട് തന്നെ വരും. പക്ഷേ അതൊരു 60,000 വരെ വന്നേക്കാം. അതിന് താഴേക്ക് പോകാനുള്ള സാധ്യത ഒട്ടുമില്ല. ഇപ്പോൾ സ്വർണം വാങ്ങുന്നവരുടെ എണ്ണവും ഉയരുകയാണ്. ഇപ്പോൾ സ്വർണ്ണവില കൂടുന്നതും കുറയുന്നതും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ചാഞ്ചാട്ടം ഉണ്ടാവുന്ന സമയത്ത് പോലും സ്വർണം വാങ്ങുന്നവരുടെ എണ്ണം കൂടുന്നത് ഇതും ഒരു സ്വർണ്ണവില ഉയരാനുള്ള ഒരു പ്രധാന ഘടകം തന്നെയല്ലേ? തീർച്ചയായിട്ടും. സ്വർണ്ണത്തെ വിലയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടത്തെ പറ്റി പഠിക്കാത്തവരാണ് കൊച്ചിനെ മോളെ കെട്ടിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോയി വാങ്ങുന്നത്. അതേ സമയത്ത് ധാരാളം പണമുള്ളവർ സ്വർണത്തിൽ നിക്ഷേപിച്ചാൽ അപകടമില്ല. അവർക്കത് സ്വർണമായിട്ട്, അതായത് സോവറിൻസ് ആയിട്ടോ കോയിൻസ് ആയിട്ടോ ഒക്കെ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ അവർക്കത് ക്രമേണ ആവശ്യമനുസരിച്ച് വിൽക്കാം. അതേ സമയത്ത് പിന്നെ മകളുടെ കല്യാണത്തിന് വേണ്ടി അല്ലെങ്കിൽ ആഭരണത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ സ്വർണം വാങ്ങുന്നത് അബദ്ധമാണ്. അവര് കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് വില കുറഞ്ഞിട്ട് തന്നെ വാങ്ങണം. ഇപ്പോ കയ്യിൽ വാങ്ങിയ സ്വർണം ഉണ്ടെങ്കിൽ വിറ്റ് പണമാക്കാവുന്നത് ആണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.